ജെമിംഗ പൾസാറിന് ചുറ്റുമുള്ള മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് MHD ടർബുലൻസ് സംബന്ധിച്ച് ടിബറ്റ് AS ഗാമ പരീക്ഷണത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ ഇതാ. ടിബറ്റ് AS ഗാമ പരീക്ഷണത്തിലൂടെ ശാസ്ത്രലോകം കോസ്മിക് രഹസ്യങ്ങളിലേക്ക് കടക്കുന്നു. ജെമിംഗ പൾസാറിനെ കേന്ദ്രീകരിച്ചുള്ള പ്രധാന വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ജെമിംഗ പൾസാർ വിൻഡ് നെബുല അഥവാ PWN കോസ്മിക് കിരണങ്ങളുടെ പഠനത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു പാർസെക്കിൽ താഴെയുള്ള അളവുകളിൽ MHD ടർബുലൻസ് അളന്നത് ഈ പഠനത്തിന്റെ വലിയ പ്രാധാന്യം വിളിച്ചോതുന്നു. ഈ പഠനത്തിലൂടെ കണ്ടെത്തിയ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കോസ്മിക് രശ്മികളുടെ സ്വഭാവത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ച നൽകുന്നു. 100 ടെറാ ഇലക്ട്രോൺ വോൾട്ടിന് മുകളിലുള്ള ഉയർന്ന ഊർജ്ജ നിലകളിലാണ് ഈ ടർബുലൻസ് അളവുകൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ സുപ്രധാന കണ്ടെത്തലുകൾ സയൻസ് അഡ്വാൻസസ് എന്ന പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോസ്മിക് കിരണങ്ങളുടെ ത്വരിതപ്പെടുത്തലും വ്യാപനവും ഒരേ സമയം മനസ്സിലാക്കാൻ ജെമിംഗ പൾസാർ ഒരു മികച്ച പരീക്ഷണശാലയായി വർത്തിക്കുന്നു. ഏകദേശം 800 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന പൾസാറാണ് ജെമിംഗ. ജെമിംഗ് PWN പുറന്തള്ളുന്ന ഇലക്ട്രോൺ/പോസിട്രോൺ ഊർജ്ജ സ്പെക്ട്രം ഗവേഷകർ നിരീക്ഷണത്തിലൂടെ കൃത്യമായി രേഖപ്പെടുത്തി. 100 ടേവിനടുത്ത് ഒരു കട്ട് ഓഫ് കണ്ടെത്തിയത് ഇലക്ട്രോണുകളുടെ ത്വരിതപ്പെടുത്തൽ പരിധി ഏകദേശം 100 ടേവ് ആണെന്നതിന്റെ ആദ്യത്തെ നേരിട്ടുള്ള തെളിവാണ്. ഈ ടർബുലൻസ് സവിശേഷതകൾ കോസ്മിക് കിരണങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മെച്ചപ്പെടുത്തുന്നു. ജെമിംഗയ്ക്ക് സമീപമുള്ള ഡിഫ്യൂഷൻ കോയിഫിഷ്യന്റ് ക്ഷീരപഥത്തിന്റെ ഗാലക്സി ഡിസ്കിലെ ശരാശരി മൂല്യത്തിന്റെ 1% മാത്രമാണ്. ഇത് കണികാവ്യാപനം ശക്തമായി അടിച്ചമർത്തപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അളവുകൾ സൂചിപ്പിക്കുന്നത് ടർബുലൻസ് സ്പെക്ട്രം കൊൽമോഗോറോവ് ടൈപ്പ് സ്കെയിലിംഗ് നിയമം പിന്തുടരുന്നു എന്നാണ്. ഒരു പാർസെക്കിൽ താഴെയുള്ള അളവുകളിൽ MHD ടർബുലൻസിന്റെ സവിശേഷതകൾ ആദ്യമായി പരീക്ഷണാത്മകമായി നിർണ്ണയിക്കുന്നത് ഇതാദ്യമായാണ്. ഈ കണ്ടെത്തലുകൾ ക്ഷീരപഥത്തിലെ കോസ്മിക് കിരണങ്ങളുടെ പ്രൊപ്പഗേഷനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ക്ഷീരപഥത്തിലൂടെ ഇലക്ട്രോണുകളും പോസിട്രോണുകളും പോലുള്ള കോസ്മിക് കിരണങ്ങൾ എങ്ങനെ വ്യാപിക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ പഠനം പുതിയ വെളിച്ചം നൽകുന്നു. ഗാലക്സി ഡിസ്കിൽ ഹാലോയെ അപേക്ഷിച്ച് ശക്തമായ മാഗ്നറ്റിക് ടർബുലൻസ് ഉണ്ടെന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. ഈ സുപ്രധാന കണ്ടെത്തലുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ടിബറ്റ് AS ഗാമ പരീക്ഷണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ചൈനയിലെ സിസാങ് ഓട്ടോണമസ് റീജിയണിലെ യാങ്ബാജിങ് ടൗണിലാണ് ടിബറ്റ് AS ഗാമ പരീക്ഷണം സ്ഥിതി ചെയ്യുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 4300 മീറ്റർ ഉയരത്തിലാണ്. അണ്ടർഗ്രൗണ്ട് മ്യൂവോൺ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് 99.92% കോസ്മിക് റേ ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കുറയ്ക്കാൻ ഈ പരീക്ഷണത്തിന് സാധിക്കുന്നു. ഈ കണ്ടെത്തലുകൾ ഭാവിയിൽ മൾട്ടി മെസഞ്ചർ ഉയർന്ന ഊർജ്ജ ഗാമാറേ പഠനങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറക്കും.